നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ കെയർ സംവിധാനത്തിൽ വളർന്നവർക്ക് 25 വയസ്സുവരെ സൗജന്യ ചികിത്സാനുകൂല്യങ്ങളുമായി UK സർക്കാർ. 25ാം പിറന്നാൾ വരെ സൗജന്യ മരുന്നുകൾ, ദന്തചികിത്സ, കണ്ണു പരിശോധനയും കണ്ണട സേവനങ്ങളും സൗജന്യം. NHS ജോലികൾക്കായി ഗ്യാരണ്ടീഡ് ഇന്റർവ്യൂ പദ്ധതിയും നടപ്പാക്കും. UK-യിൽ HMRC ആപ്പിന്റെ ഉപയോഗം കുത്തനെ ഉയരുന്നു. 2025ഓടെ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് 7 കോടിയിലധികം പേർ. 2025-ൽ മാത്രം 4 മില്യണിലധികം ഡൗൺലോഡുകളും 136 മില്യൺ ലോഗിനുകളും രേഖപ്പെടുത്തി. നികുതി സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിലും ലളിതമായും പരിശോധിക്കാൻ HMRC ആപ്പ് എളുപ്പമാർഗങ്ങളിലൊന്നാണ് എന്ന് റവന്യൂ വകുപ്പ്. ഷിക്കാഗോ മേഖലയിൽ നാഷണൽ ഗാർഡ് സേനയെ വിന്യസിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ശക്തമായ തിരിച്ചടി. ഇലിനോയിയിൽ നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ ഫെഡറൽ സൈനിക ഇടപെടൽ അനിവാര്യമാണെന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി. ഭാവിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കാൻ പ്രസിഡന്റിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. 2025 യുകെയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷം. അന്തരീക്ഷ താപനിലയിലെ ഈ ഉയർച്ച മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കും. നോർത്ത് സമർസെറ്റിൽ തടാകങ്ങളുടെ അടിത്തറ പൂർണ്ണമായി വറ്റിവരണ്ട് വിള്ളലുകൾ രൂപപ്പെട്ടത് ഈ വർഷം. ബ്രിട്ടനിലെ സർവകലാശാല ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ 70% പേരും കടുത്ത ഏകാന്തതയും. മൊബൈൽ ഫോണുകളോടുള്ള അമിത അടിമത്തവും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുമാണ് വിദ്യാർത്ഥികളെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് കണ്ടെത്തൽ. അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്ന കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യവിട്ടാൽ $3000 പണവും സൗജന്യ വിമാന ടിക്കറ്റും നൽകുന്ന പ്രത്യേക ക്രിസ്മസ് പ്രോത്സാഹന പദ്ധതിയുമായി ട്രംപ് ഭരണകൂടം. വർഷാവസാനത്തിന് മുൻപ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഹോം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് രാജ്യം വിടുന്നവർക്ക് ധനസഹായവും യാത്രാ ചെലവും സർക്കാർ വഹിക്കും. സ്വമേധയാ മടങ്ങുന്നവർക്ക് വിസ കാലാവധി ലംഘനം ഉൾപ്പെടെയുള്ള സിവിൽ പിഴകളും ശിക്ഷകളും ഒഴിവാക്കും. രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് സ്വന്തം ഫോണിൽ പണമിടപാട് നടത്താനുള്ള UPI സർക്കിൾ ഫീച്ചർ ഗൂഗിൾ പേ അടക്കമുള്ള ആപ്പുകളിൽ പൂർണ്ണതോതിൽ ലഭ്യമായി. ഒരാളുടെ അക്കൗണ്ടിലുള്ള നിശ്ചിത തുക മറ്റേതൊരാൾക്കും UPI വഴി ഉപയോഗിക്കാം. മറ്റൊരാൾക്ക് എത്ര തുക വരെ ഉപയോഗിക്കാമെന്ന് രക്ഷിതാവിന് നിശ്ചയിക്കാം. US-ന്റെ പുതുതലമുറ വാർത്താവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപണം പൂർണ്ണ വിജയം. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന LBM-3M6 ദൗത്യം 16 മിനിറ്റിനുള്ളിൽ ലക്ഷ്യത്തിലെത്തി. PK ശ്രീമതിയുടെ ബാഗ് മോഷണം പോയി. ബാഗിലുണ്ടായിരുന്നത് പണവും സ്വർണ്ണാഭരണവും ഫോണും. മോഷണം ട്രെയിനിൽ വെച്ച്. പോലീസുകാർ പോലും നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയതെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. 2025 യുകെയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ വർഷമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസ്. രാജ്യത്തിന്റെ ശരാശരി വാർഷിക താപനില 10.05 ഡിഗ്രി സെൽഷ്യസിലെത്തിയെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022-ൽ രേഖപ്പെടുത്തിയ 10.03 ഡിഗ്രി സെൽഷ്യസ് എന്ന മുൻ റെക്കോർഡിനേക്കാൾ കൂടുതലാണിത്. കാലാവസ്ഥാ വ്യതിയാനം ദീർഘകാല പ്രവണതയായി ശക്തിപ്പെടുന്നതിന്റെ തെളിവാണിത്. അന്തരീക്ഷ താപനിലയിലെ ഈ ഉയർച്ച മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുന്ന സാഹചര്യമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വേനൽക്കാലത്ത് യുകെയുടെ പല ഭാഗങ്ങളിലും അസാധാരണമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. നോർത്ത് സമർസെറ്റിലെ തടാകങ്ങളുടെ അടിത്തറ പൂർണ്ണമായും വറ്റിവരണ്ട് വിള്ളലുകൾ രൂപപ്പെട്ടതും കൃഷിയെയും ജലലഭ്യതയും വരൾച്ച ബാധിച്ചതും നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കെന്റിലെ ഫോക്സ്റ്റൺ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ ചൂട് ആസ്വദിക്കാൻ ജനങ്ങൾ കടൽ തീരങ്ങൾ കൂട്ടായി എത്തിയതും ഈ വർഷത്തെ കാലാവസ്ഥാ വ്യത്യാസത്തിന്റെ മറ്റൊരു ചിത്രമാണ്. എന്നിരുന്നാലും ക്രിസ്മസ് കാലത്ത് പ്രതീക്ഷിക്കുന്ന തണുത്ത കാലാവസ്ഥയും താപനിലയും ഇടിവും കാരണം അന്തിമ കണക്കുകൾ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ലെന്നും വർഷാവസാന കണക്കുകൾ ലഭിച്ച ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു. ഈ റെക്കോർഡ് സ്ഥിരീകരിക്കപ്പെടുന്ന പക്ഷം യുകെയുടെ കാലാവസ്ഥാ നിരീക്ഷണ ചരിത്രത്തിലെ ശരാശരി വാർഷിക താപനില 10 ഡിഗ്രി സെൽഷ്യസ് കടക്കുന്ന 2ാമത്തെ വർഷമായിരിക്കും 2025. 1884-ൽ കാലാവസ്ഥ രേഖപ്പെടുത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ 10 വർഷങ്ങളിൽ എല്ലാം കഴിഞ്ഞ 2 ദശകങ്ങളിലാണ് ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾ 4 വർഷങ്ങൾ തന്നെ ഏറ്റവും ചൂടേറിയ 5 വർഷങ്ങളുടെ പട്ടികയിൽ ഇടം നേടുമെന്ന് മെറ്റ് ഓഫീസ് വിലയിരുത്തുന്നു. ഈ നൂറ്റാണ്ടിൽ മാത്രം 2000, 2003, 2005, 2014, 2022 വർഷങ്ങളിൽ യുകെയിൽ പുതിയ താപനില റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെട്ടതായും കാലാവസ്ഥാ മാറ്റം തടയാൻ അടിയന്തര നടപടികൾ അനിവാര്യമെന്നതിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നതെന്നും വിദഗ്ധർ വ്യക്തമാക്കി. യുകെയിൽ HMRC ആപ്പിന്റെ ഉപയോഗം കുത്തനെ ഉയരുന്നതായി റിപ്പോർട്ട്. 2025ഓടെ 7 കോടിയിലധികം പേർ ഈ ആപ്പ് ഉപയോഗിക്കുന്നതായി സർക്കാർ കണക്കുകൾ പുറത്തു വന്നിരുന്നു. മുൻവർഷം ഇത് 5 കോടിയായിരുന്നു. സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ HMRCയുടെ ചീഫ് കസ്റ്റമർ ഓഫീസർ മിൽട്ടൺ യോഡ് മൊബൈൽ ഫോണിലൂടെ തന്നെ നികുതി വിവരങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതാണ് ആപ്പിന്റെ പ്രധാന ആകർഷണമെന്നും വ്യക്തമാക്കി. 2025-ൽ മാത്രം 4 മില്യണിലധികം ഡൗൺലോഡുകളും 136 മില്യൺ ലോഗിനുകളും രേഖപ്പെടുത്തിയതായും HMRC അറിയിച്ചു. നികുതി സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിലും ലളിതമായും പരിശോധിക്കാൻ HMRC
ആപ്പ് ഏറ്റവും എളുപ്പമാർഗത്തിൽ ഒന്നാണെന്നും ബ്രിട്ടീഷ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. നിത്യേനയുള്ള നികുതി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പൊതുജനം ആപ്പിനെ വ്യാപകമായി ആശ്രയിക്കുന്നതായും HMRC അറിയിച്ചു. പ്രത്യേകിച്ച് മുതിർന്നവരും വിരമിച്ചവരുമായ വലിയൊരു വിഭാഗം സ്റ്റേറ്റ് പെൻഷന്റെ വിവരങ്ങൾ പരിശോധിക്കാൻ ആപ്പ് ഉപയോഗിക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൈൽഡ് ബെനിഫിറ്റ് അപേക്ഷകൾ, നാഷണൽ ഇൻഷുറൻസ് നമ്പർ, ഡിജിറ്റൽ വാലറ്റ് സൂക്ഷിക്കൽ എന്നിവയും ഈ ആപ്പിന്റെ പ്രധാന ഉപയോഗങ്ങളിലൊന്നാണ്. ഇതുകൂടാതെ ടാക്സ് കോഡ്, വരുമാന ബെനിഫിറ്റ് വിവരങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തെ തൊഴിൽ വരുമാന ചരിത്രം, സെൽഫ് അസസ്മെന്റ്, നികുതി അടയ്ക്കാനുള്ള തുക, സ്റ്റേറ്റ് പെൻഷൻ പ്രവചനം, നാഷണൽ ഇൻഷുറൻസ് സംഭാവനകളിലെ കുറവുകൾ എന്നിവയും ആപ്പിലൂടെ പരിശോധിക്കാനാകും. അതോടൊപ്പം അധികമായി അടച്ച നികുതി തിരികെ ആവശ്യപ്പെടൽ, HMRCക്ക് അയച്ച ഫോമുകളും കത്തുകളും ട്രാക്ക് ചെയ്യൽ, ഡിജിറ്റൽ അസിസ്റ്റന്റിലൂടെ സഹായം തേടൽ, വിലാസവും പേരും പുതുക്കൽ, സെൽഫ് അസസ്മെന്റ് അല്ലെങ്കിൽ സിമ്പിൾ അസസ്മെന്റ് പേയ്മെന്റുകൾ നടത്തൽ, നികുതി കണക്കാക്കാനുള്ള ടാക്സ് കാൽക്കുലേറ്റർ ഉപയോഗിക്കൽ തുടങ്ങിയ സേവനങ്ങളും ആപ്പ് നൽകുന്നു. ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും സൗജന്യമായി ലഭിച്ച് HMRC ആപ്പ് പിൻ നമ്പർ, വിരലടയാളം അല്ലെങ്കിൽ ഫേസ് ID ഉപയോഗിച്ച് സുരക്ഷിതമായി ലോഗിൻ ചെയ്യാനാകുമെന്നും HMRC അറിയിച്ചു. നികുതി കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ സംവാദം പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തിക ബോധവൽക്കരണം വർദ്ധിപ്പിക്കുവാനുമാണ് ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിൽ കെയർ സംവിധാനത്തിൽ വളർന്നവർക്ക് 25 വയസ്സ് വരെ സൗജന്യ ചികിത്സാനുകൂല്യങ്ങൾ നൽകുമെന്ന് UK സർക്കാർ. കെയർ ലീവേഴ്സ് നേരിടുന്ന ഗുരുതരമായ ആരോഗ്യ അസമത്വങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കെയർ സംവിധാനത്തിന്റെ ഭാഗമായി 25ാം പിറന്നാൾ വരെ സൗജന്യ മരുന്നുകൾ, ദന്തചികിത്സ, കണ്ണു പരിശോധനയും കണ്ണട സേവനങ്ങളും ലഭ്യമാക്കും. ആരോഗ്യ സാമൂഹ്യ പരിചരണ വകുപ്പ് പ്രഖ്യാപിച്ചതാണ് ഈ നടപടി. 2025-ൽ 17 മുതൽ 21 വയസ്സ് വരെ ഏകദേശം 53,230 കെയർ ലീവേഴ്സും 22 മുതൽ 25 വയസ്സ് വരെ 44,430 പേരുമുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത്. ആരോഗ്യ രംഗത്തേക്കുള്ള പ്രവേശനം വർദ്ധിക്കുന്നതിനായി NHSൽ കെയർ ലീവേഴ്സിനായി ശമ്പളമുള്ള ഇന്റേൺഷിപ്പുകളും പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. കൂടാതെ NHS ജോലികൾക്കായി ഗ്യാരണ്ടീസ് ഇന്റർവ്യൂ പദ്ധതിയും നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കെയർ ലീവ് ആണെന്ന് വ്യക്തമാക്കാനുള്ള പ്രത്യേക ഓപ്ഷൻ ഉൾപ്പെടുത്തും. ജോലി വിവരണത്തിൽ പറയുന്ന അടിസ്ഥാന യോഗ്യതകൾ നിറവേറ്റുന്നവർക്ക് മറ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കൊപ്പം നിർബന്ധമായും ഇന്റർവ്യൂവിന് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. വൈകല്യമുള്ളവർക്കുള്ള നിലവിലെ NHS ഇന്റർവ്യൂ നയങ്ങളുടെ മാതൃകയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കെയറിലുണ്ടായിരുന്ന കുട്ടികൾ നേരിടുന്ന തുടർച്ചയായ വെല്ലുവിളികൾ വലിയ സാമൂഹിക പ്രശ്നമാണെന്നും ആരോഗ്യ സാമൂഹ്യ പരിചരണ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് പറയുന്നു. കെയറിലുണ്ടായിരുന്നവർക്ക് അകാല മരണം സംഭവിക്കാനുള്ള സാധ്യത 70% കൂടുതലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നതായും സർക്കാർ ചൂണ്ടിക്കാട്ടി. മുൻ കുട്ടികളുടെ സാമൂഹ്യ പരിചരണ ഉപദേഷ്ടാവായ ജോഷ് മസ്ക് അലിസ്റ്റയുടെ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ട് കെയർ ലീവേഴ്സിന്റെ ആവശ്യങ്ങൾ നിയമപരമായി പരിഗണിക്കുന്നതിന് പുതിയ കുട്ടികളുടെ ക്ഷേമ വിദ്യാഭ്യാസ ബില്ലും സർക്കാർ കൊണ്ടുവരും. താമസം, മാനസികാരോഗ്യം, തൊഴിൽ എന്നിവയിൽ ശക്തമായ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ കെയർ ലീവേഴ്സിന് കൂടുതൽ സമത്വപരമായ ജീവിതാവസരങ്ങൾ ഒരുക്കുകയാണ് ഈ നടപടികളുടെ ലക്ഷ്യമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. മാഞ്ചസ്റ്ററിലെ ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ട് ആക്രമണം ആസൂത്രണം ചെയ്ത കേസിൽ 2 IS ആനുകൂലികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. വാലിദ് സദാവുയി, അമീർ ഹുസൈൻ എന്നിവർക്കെതിരായ കുറ്റങ്ങൾ പ്രസിഡന്റ് ക്രൗൺ കോടതി ശരിവച്ചതായി ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു. ആക്രമണം നടപ്പാക്കിയിരുന്നു എങ്കിൽ UKയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഭീകരാക്രമണമായിരുന്നു ഇതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ജൂത സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ചാവേർ ആക്രമണമാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. 4 AK-47 തോക്കുകൾ, 2 ഹാൻഡ് ഗണ്ണുകൾ, 1200 വെടിയുണ്ടകൾ എന്നിവ വാങ്ങാനുള്ള ഇടപാടുകളും നടന്നു. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരം എന്ന പേരിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ കാറ്റനോജനിക് എന്ന വൻ രഹസ്യ അന്വേഷണത്തിലൂടെയാണ് ആക്രമണം തടഞ്ഞത്. ആയുധങ്ങൾ കൈമാറുന്നതിനിടെ ലങ്കാഷെയറിലെ ഹോട്ടൽ കാർ പാർക്കിൽ നിന്നാണ് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തത്. ബ്രിട്ടനിലെ സർവകലാശാല ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ 70% പേരും കടുത്ത ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നതായി പഠനം. മൊബൈൽ ഫോണുകളോടുള്ള അമിത അടിമത്തവും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുമാണ് വിദ്യാർത്ഥികളെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് പുതിയ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന PFP സ്റ്റുഡൻസിനായി ഒപ്പീനിയൻ നടത്തിയ സർവേയിലാണ് ഈ വിവരങ്ങളുള്ളത്. സർവേയിൽ പങ്കെടുത്ത 1/3 വിദ്യാർത്ഥികളും തങ്ങൾ സർവകലാശാലയിൽ പലപ്പോഴായി ഏകാന്തത അനുഭവിക്കുന്നതായി വെളിപ്പെടുത്തി. 37% പേർ ഇടയ്ക്കിടെ ഇത്തരം മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിന് പകരം നാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്താൻ മൊബൈൽ ഫോണുകളെ അമിതമായി ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തുന്നതായി പഠനം പറയുന്നു. ഷിക്കാഗോ മേഖലയിൽ നാഷണൽ ഗാർഡ് സേനയെ വിന്യസിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് അമേരിക്കൻ സുപ്രീം കോടതി ശക്തമായ തിരിച്ചടി നൽകി. കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സൈനിക ശക്തി ആഭ്യന്തരമായി ഉപയോഗിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ നിയന്ത്രിക്കുന്ന സുപ്രധാന തീരുമാനമാണിത്.
ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഇലിനോയി സംസ്ഥാന സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങളും നൽകിയ നിയമ ഹർജിയിലാണ് സുപ്രീം കോടതി കീഴ്ക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചു. സേനാവിന്യാസം തടഞ്ഞത്. ഒക്ടോബറിലെ US ജില്ലാ ജഡ്ജി ഏപ്രിൽ പെറി പുറപ്പെടുവിച്ച വിലക്ക് നീക്കണമെന്നും ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തര ആവശ്യം ചൊവ്വാഴ്ച പുറപ്പെടുവിച്ച വിധിയിൽ കോടതി തള്ളി. കേസ് പരിഗണനയിൽ തുടരുന്നതിനിടെ സേനയെ വിന്യസിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം. എന്നാൽ ഇലിനോയിൽ നിയമവ്യവസ്ഥ നടപ്പാക്കാൻ ഫെഡറൽ സൈനിക ഇടപെടൽ അനിവാര്യമാണെന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 6-3 എന്ന ഭൂരിപക്ഷ വിധിയിലാണ് സുപ്രീം കോടതി കീഴ്ക്കോടതിയുടെ നിലപാട് ശരിവെച്ചത്. കൺസർവേറ്റീവ് നിലപാടുകൾക്ക് പേരുകേട്ട ജസ്റ്റിസുമാരായ സാമുവൽ അലിറ്റോ, ക്ലാരൻസ് തോമസ്, നീൽ ഗോർസച്ച് എന്നിവർ വിധിക്കെതിരെ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തി. ജസ്റ്റിസ് ബ്രിസ്റ്റോ കവനോ വിധിയെ പിന്തുണച്ചു എങ്കിലും ഭാവിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ സൈന്യം വിന്യസിക്കാൻ പ്രസിഡന്റിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാമായിരുന്നു എന്ന അഭിപ്രായവും പ്രകടിപ്പിച്ചു. ഷിക്കാഗോയ്ക്ക് സമീപമുള്ള ബ്രോഡ്വ്യൂവിലെ ഐസ് കേന്ദ്രത്തിന് പുറത്തു നടന്ന പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സേനാവിന്യാസം ആവശ്യമായതെന്ന വാദം ട്രംപ് ഭരണകൂടം ഉന്നയിച്ചത്. കഴിഞ്ഞയാഴ്ച 21 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതായും 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇലിനോയിലെ കലാപ സാധ്യതയുണ്ടോ എന്ന പ്രതിഷേധങ്ങൾ കുടിയേറ്റ നടപടികളെ തടസ്സപ്പെടുത്തിയോ എന്ന് തെളിവില്ലെന്നും ജഡ്ജി ഏപ്രിൽ പെറി നിരീക്ഷിച്ചു. അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്ന കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യം വിട്ടാൽ $3000 പണവും സൗജന്യ വിമാന ടിക്കറ്റും നൽകുന്ന പ്രത്യേക ക്രിസ്മസ് പ്രോത്സാഹന പദ്ധതി ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കാനും നിയമ നടപടികളിൽ ചെലവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയിലൂടെ വർഷാവസാനത്തിന് മുൻപ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഹോം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് രാജ്യം വിടുന്നവർക്ക് ധനസഹായവും യാത്രാ ചെലവും സർക്കാർ വഹിക്കുമെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചു. സ്വമേധയാ മടങ്ങുന്നവർക്ക് വിസ കാലാവധി ലംഘനം ഉൾപ്പെടെയുള്ള സിവിൽ പിഴകളും ശിക്ഷകളും ഒഴിവാക്കാൻ അർഹത ലഭിക്കുമെന്നും വ്യക്തമാക്കി. മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച $1000 പ്രോത്സാഹന തുകയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ് ഇപ്പോഴത്തെ ഓഫർ. സ്വമേധയാ രാജ്യം വിടുന്നത് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ അവധിക്കാലത്ത് നൽകാനാകുന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. ഇത് വേഗവും സൗജന്യവും ലളിതവുമായ പ്രക്രിയയാണ്. ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പ്രസ്താവനയിൽ ഇക്കാര്യം സൂചിപ്പിച്ചത്. ഈ പ്രത്യേക ഓഫർ സ്വീകരിക്കാത്ത അനധികൃത കുടിയേറ്റക്കാർക്ക് അറസ്റ്റ്, നിർബന്ധിത നാടുകടത്തൽ, തുടർന്ന് US-ലേക്കുള്ള സ്ഥിരം പ്രവേശന വിലക്ക് എന്നിവ മാത്രമേ ബാക്കി വരൂ എന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.32 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 89.75 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.9 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.6 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് സ്വന്തം ഫോണിൽ പണമിടപാട് നടത്താനുള്ള UPI സർക്കിൾ ഫീച്ചർ ഗൂഗിൾ പേ അടക്കമുള്ള ആപ്പുകളിൽ പൂർണ്ണതോതിൽ ലഭ്യമായി. കുട്ടികൾക്ക് മാത്രമുള്ളതല്ല ഈ സംവിധാനം. ഒരാളുടെ അക്കൗണ്ടിലുള്ള നിശ്ചിത തുക മറ്റേതൊരാൾക്കും UPI വഴി ഉപയോഗിക്കാം. മറ്റൊരാൾക്ക് എത്ര തുക വരെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നിശ്ചയിക്കാം. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മകനെ തന്റെ UPI സർക്കിളിൽ നിന്ന് അച്ഛന് ബന്ധിപ്പിക്കാം. സ്വന്തം ഫോണിൽ നിന്ന് മകന് ഇടപാട് നടത്താം. 2 തരത്തിലാണ് പേയ്മെന്റുകൾ. ആദ്യത്തെ രീതി അനുസരിച്ച് മകൻ നടത്തുന്ന ഓരോ പണമിടപാടിനും അച്ഛൻ അംഗീകാരം നൽകണം. ഉദാഹരണത്തിന്, മകൻ കടയിൽ പോയി UPI വഴി 200 രൂപ നൽകാൻ ശ്രമിച്ചാൽ അച്ഛന് സ്വന്തം ഫോണിൽ പേയ്മെന്റ് റിക്വസ്റ്റ് ലഭിക്കും. അദ്ദേഹം പിൻ ടൈപ്പ് ചെയ്താലേ ഇടപാട് നടക്കൂ. രണ്ടാമത്തെ രീതിയെങ്കിൽ ഓരോ തവണയും ഇടപാട് അംഗീകരിക്കേണ്ടതില്ല. പകരം 1 മാസം പരമാവധി ചെലവഴിക്കാവുന്ന തുക മുൻകൂട്ടി നിശ്ചയിക്കാം. നടത്തുന്ന ഇടപാടുകളുടെ വിവരം അച്ഛനും ലഭിക്കും. ഗൂഗിൾ പേയിൽ ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും എന്നാൽ പറയുന്നുണ്ട്. 2 പേരുടെയും ഫോണിലെ ഗൂഗിൾ പേ ഉണ്ടായിരിക്കണം. വലതുവശത്തെ പ്രൊഫൈൽ ഐക്കൺ ടാപ്പ് ചെയ്താൽ UPI സർക്കിൾ ഓപ്ഷൻ ലഭ്യമാകും. UPI ഫോർ എന്നതിനു താഴെ ആൻഡ് പീപ്പിൾ ടു യുവർ UPI സർക്കിൾ ഓപ്ഷൻ എടുക്കുക. ചേർക്കേണ്ട വ്യക്തിയുടെ നമ്പർ തിരഞ്ഞെടുക്കുക. QR കോഡ് സ്കാനറിൽ രണ്ടാമത്തെ വ്യക്തിയുടെ UPI സർക്കിൾ QR കോഡ് സ്കാൻ ചെയ്യുക. രണ്ടാമത്തെ വ്യക്തിയുടെ ഫോണിലെ UPI സർക്കിൾ തുറന്ന് റിക്വസ്റ്റഡ് 1 to and ഓപ്ഷൻ എടുത്താൽ QR കോഡ് ലഭിക്കും. അപ്രൂവ് എവരി പേയ്മെന്റ് നൽകിയാൽ ഓരോ തവണയും രണ്ടാമത്തെ വ്യക്തി നടത്തുന്ന ഇടപാടുകൾ അപ്രൂവ് ചെയ്യണം. സെറ്റ് എ മന്ത്ലി ലിമിറ്റഡ് ആണെങ്കിൽ രണ്ടാമത്തെ വ്യക്തിക്ക് 1 മാസം ചെലവഴിക്കാവുന്ന പരമാവധി തുക നിശ്ചയിക്കാം. പ്രതിമാസ ലിമിറ്റഡ് നിശ്ചയിച്ച ശേഷം രണ്ടാമത്തെ വ്യക്തിയുമായുള്ള ബന്ധം തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ ഒരു ID നമ്പറും നൽകണം. ഇതോടെ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻവെന്റ് 30 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ചെയ്യുക. ഒരു സമയം 5 പേരെ ഇത്തരത്തിൽ ചേർക്കാം. രണ്ടാമത്തെ വ്യക്തി പേയ്മെന്റ് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ട് പകരം UPI സർക്കിളിൽ ഒന്നാമത്തെ വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഇടപാട് നടത്താം.
ഒന്നാമത്തെ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും രണ്ടാമത്തെ വ്യക്തിയെ ഒഴിവാക്കാം. പ്രതിമാസ പരിധിക്ക് പകരം അപ്രൂവ് എവരി പേയ്മെന്റ് ഓപ്ഷൻ ആണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി പണമിടപാട് നടത്തുമ്പോൾ ഒന്നാമത്തെ വ്യക്തിക്ക് റിക്വസ്റ്റ് ലഭിക്കും. ഇത് 10 മിനിറ്റിനകം അപ്രൂവ് ചെയ്യണം. യുഎസിന്റെ പുതുതലമുറ വാർത്താവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപണം പൂർണ്ണ വിജയം. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന LVM-3M6 ദൗത്യം 16 മിനിറ്റിനുള്ളിൽ ലക്ഷ്യത്തിലെത്തി. LVM-3 റോക്കറ്റ് വിക്ഷേപണ ചരിത്രത്തിൽ താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ്. 6100 കിലോഗ്രാം ഭാരമുള്ള ബ്ലൂബേർഡ്. 4400 കിലോഗ്രാം ഭാരമുള്ള LVM-3 M5 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് 3 ആയിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US ആസ്ഥാനമായുള്ള AST സ്പേസ് മൊബൈലും തമ്മിൽ ഒപ്പുവെച്ച വാണിജ്യ കരാറിന്റെ ഭാഗമായാണ് ദൗത്യം. സ്മാർട്ട് ഫോണുകളിലേക്കും ടവറിന്റെ സഹായമില്ലാതെ നേരിട്ട് അതിവേഗ സെല്ലുലാർ സിഗ്നലുകൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ബ്ലൂബേർഡ്. തലസ്ഥാന നഗരത്തിലടക്കം ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഭീഷണിയും അക്രമവും വ്യാപകമാകുന്നു. മതപരിവർത്തനം ആരോപിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ക്രിസ്മസ് ആഘോഷവും ഭീഷണിയുടെ നിഴലിലാണ്. ഡൽഹിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിലാണ് ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം നടക്കുന്നത്. ക്രിസ്മസ് അടുത്തതോടെ കരോൾ സംഘങ്ങളെയും ലക്ഷ്യം വെക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് BJP പ്രവർത്തകർ സംഘർഷമുണ്ടാക്കി. ഗോരഖ്പൂരിലെ ഹവാബാഗ് കോളേജിനടുത്തുള്ള പള്ളിയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ അതിക്രമിച്ചു കയറി കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ BJP പ്രാദേശിക നേതാവ് അഞ്ജു ഭാർഗവ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്നു. CPM നേതാവും മുൻ MPയുമായ PK ശ്രീമതിയുടെ ബാഗ് മോഷണം പോയി. പണവും സ്വർണ്ണാഭരണവും ഫോണും ബാഗിലുണ്ടായിരുന്നു. കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് പോകും വഴി ട്രെയിനിൽ വെച്ചാണ് മോഷണം നടന്നത്. മഹിളാ അസോസിയേഷൻ സമ്മേളനത്തിനായിട്ടാണ് ശ്രീമതി കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് യാത്ര ചെയ്തിരുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് ശ്രീമതി യാത്ര ആരംഭിച്ചത്. ഇന്ന് രാവിലെ ഉറക്കമുണർന്ന് ബീഹാറിലെത്തിയപ്പോഴാണ് ബാഗ് നഷ്ടമായത് അറിയുന്നത്. രേഖകളും ബാഗിലുണ്ടായിരുന്നു. മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി മറിയം ദാവ്ളയ്ക്കൊപ്പമായിരുന്നു PK ശ്രീമതി യാത്ര ചെയ്തത്. ട്രെയിനിൽ യാതൊരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല എന്നും പരാതി പറഞ്ഞിട്ടും പോലീസുകാർ പോലും നിരുത്തരവാദിത്വപരമായാണ് പെരുമാറിയതെന്നും PK ശ്രീമതി ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ശേഷമാണ് പിന്നീട് അധികൃതർ ബന്ധപ്പെട്ടതെന്നും തുടർന്ന് പരാതി നൽകിയതായും PK ശ്രീമതി അറിയിച്ചു. ബാഗിൽ 40,000 രൂപയോളം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. കാളാണ്ടിത്തറയിൽ കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ DYFI. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെട്ട കരോൾ സംഘത്തിന് നേരെയാണ് മദ്യപിച്ചെത്തിയ BJP പ്രവർത്തകൻ അശ്വിൻ രാജ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ 2500 യൂണിറ്റുകൾ പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുവാൻ DYFI തീരുമാനിച്ചു. ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് BJP നേതാവ് C കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവന വിമർശനങ്ങൾക്ക് വഴി തുറന്നു. കരോളിൽ പങ്കെടുത്തവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും CPM ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായി പോയ ക്രിമിനൽ സംഘമാണിതെന്നുമായിരുന്നു കൃഷ്ണകുമാറിന്റെ ആരോപണം. കൊല്ലപ്പെട്ട രതീഷ് എന്ന പ്രവർത്തകന്റെ സ്ഥലത്ത് ബോധപൂർവം സംഘർഷമുണ്ടാക്കാൻ എത്തിയവരാണ് എന്നും ഇത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഉണ്ടായതാണെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ തൊഗാഡിയ ആണെന്നും DYFI ആരോപിച്ചു. കുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരാമർശങ്ങളിലൂടെ കൃഷ്ണകുമാറിന്റെ വർഗീയ മുഖമാണ് വെളിപ്പെടുന്നതെന്നും DYFI വിമർശിച്ചു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും BJPക്ക് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതിന്റെ പ്രതികരണമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിച്ചു. മതസൗഹാർദ്ദം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നും കോൺഗ്രസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാമന്തളിയിൽ കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനു കാരണമായത് മക്കളെ പിരിയുന്നതിലുള്ള വിഷമം. നാടക പ്രവർത്തകനും ടൗണിലെ ഓട്ടോ ഡ്രൈവറുമായ AK ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൊയ്ത്തട്ട താഴത്തെ വീട്ടിൽ ഉഷയും മകൻ കലാധരനും കലാധരന്റെ മക്കളായ ഹിമയും കണ്ണനുമാണ് തിങ്കളാഴ്ച രാത്രി വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരനും ഭാര്യയും തമ്മിൽ കുറച്ച് വർഷങ്ങളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭാര്യയുടെ പരാതിയിൽ കോടതികൾ കേസുണ്ടെങ്കിലും വിവാഹമോചന കേസ് കുടുംബ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി മക്കളെ അമ്മയോടൊപ്പമാണ് വിട്ടതെങ്കിലും ആഴ്ചയിൽ ശനിയും ഞായറും മക്കളെ അച്ഛനോടൊപ്പം വിടാൻ തീരുമാനമുണ്ട്. മറ്റു ദിവസങ്ങളിൽ അച്ഛനെ വീഡിയോ കോൾ വഴി മക്കളെ കാണാനും അവസരമുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നു. ശനിയാഴ്ച മകൾ അച്ഛന്റെ അടുത്തെത്തി. ആധാർ തയ്യാറാക്കുന്നതിനായി തിങ്കളാഴ്ച മകനെയും കൊണ്ടുവന്നു. എന്നാൽ മക്കളെ വിടാത്തതിനാൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് കലാധരന്റെ വീട്ടിലെത്തി തിരിച്ചുപോയിരുന്നു. കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ രാത്രി ജോലി കഴിഞ്ഞെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. ഭാര്യയെ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എങ്കിലും മകന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനിടെ വരാന്തയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചു.
കായിക പ്രേമികൾക്ക് ആവശ്യമായി ലോക ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് കേരളത്തിലെത്തും. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളായിട്ടാണ് ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്തെത്തുന്നത്. ഡിസംബർ 26, 28, 30 തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാകും മത്സരങ്ങൾ നടക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ നിർണായകമായ 3 മത്സരങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം 5:40 പ്രത്യേക വിമാനത്തിലെത്തുന്ന ടീമുകൾക്ക് തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിലാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബർ 25 ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ശ്രീലങ്കൻ ടീമും വൈകിട്ട് 6 മണി മുതൽ രാത്രി 9 മണി വരെ ഇന്ത്യൻ ടീമും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. വനിതാ ക്രിക്കറ്റിന് കൂടുതൽ പ്രോത്സാഹനവും ജനപങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനായി വളരെ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകളാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ബുക്കിംഗിനെ കുറിച്ച് അറിയാനും മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വെബ്സൈറ്റും സാമൂഹിക മാധ്യമ പേജുകളും സന്ദർശിക്കുക. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിഗണന നൽകി 125 രൂപയാണ് ഇവർക്കുള്ള ടിക്കറ്റ് നിരക്ക്. പൊതുജനങ്ങൾക്ക് 250 രൂപ നിരക്കിൽ ജനറൽ ടിക്കറ്റുകൾ ലഭ്യമാകും. ഹോസ്പിറ്റാലിറ്റി സീറ്റുകൾക്ക് 3000 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിൽ കെയർ സംവിധാനത്തിൽ വളർന്നവർക്ക് 25 വയസ്സുവരെ സൗജന്യ ചികിത്സാനുകൂല്യങ്ങളുമായി UK സർക്കാർ. 25ാം പിറന്നാൾ വരെ സൗജന്യ മരുന്നുകൾ, ദന്തചികിത്സ, കണ്ണു പരിശോധനയും കണ്ണട സേവനങ്ങളും സൗജന്യം. NHS ജോലികൾക്കായി ഗ്യാരണ്ടീഡ് ഇന്റർവ്യൂ പദ്ധതിയും നടപ്പാക്കും. UK-യിൽ HMRC ആപ്പിന്റെ ഉപയോഗം കുത്തനെ ഉയരുന്നു. 2025ഓടെ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് 7 കോടിയിലധികം പേർ. 2025-ൽ മാത്രം 4 മില്യണിലധികം ഡൗൺലോഡുകളും 136 മില്യൺ ലോഗിനുകളും രേഖപ്പെടുത്തി. നികുതി സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിലും ലളിതമായും പരിശോധിക്കാൻ HMRC ആപ്പ് എളുപ്പമാർഗങ്ങളിലൊന്നാണ് എന്ന് റവന്യൂ വകുപ്പ്. ഷിക്കാഗോ മേഖലയിൽ നാഷണൽ ഗാർഡ് സേനയെ വിന്യസിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് അമേരിക്കൻ സുപ്രീം കോടതിയുടെ ശക്തമായ തിരിച്ചടി. ഇലിനോയിയിൽ നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ ഫെഡറൽ സൈനിക ഇടപെടൽ അനിവാര്യമാണെന്ന് തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി. ഭാവിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കാൻ പ്രസിഡന്റിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. 2025 UKയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷം. അന്തരീക്ഷ താപനിലയിലെ ഈ ഉയർച്ച മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കും. നോർത്ത് സമർസെറ്റിൽ തടാകങ്ങളുടെ അടിത്തറ പൂർണ്ണമായി വറ്റിവരണ്ട് വിള്ളലുകൾ രൂപപ്പെട്ടത് ഈ വർഷം. ബ്രിട്ടനിലെ സർവകലാശാല ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ 70% പേരും കടുത്ത ഏകാന്തതയും. മൊബൈൽ ഫോണുകളോടുള്ള അമിത അടിമത്തവും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുമാണ് വിദ്യാർത്ഥികളെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതെന്ന് കണ്ടെത്തൽ. അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്ന കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യവിട്ടാൽ $3000 പണവും സൗജന്യ വിമാന ടിക്കറ്റും നൽകുന്ന പ്രത്യേക ക്രിസ്മസ് പ്രോത്സാഹന പദ്ധതിയുമായി ട്രംപ് ഭരണകൂടം. വർഷാവസാനത്തിന് മുൻപ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഹോം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് രാജ്യം വിടുന്നവർക്ക് ധനസഹായവും യാത്രാ ചെലവും സർക്കാർ വഹിക്കും. സ്വമേധയാ മടങ്ങുന്നവർക്ക് വിസ കാലാവധി ലംഘനം ഉൾപ്പെടെയുള്ള സിവിൽ പിഴകളും ശിക്ഷകളും ഒഴിവാക്കും. രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് സ്വന്തം ഫോണിൽ പണമിടപാട് നടത്താനുള്ള UPI സർക്കിൾ ഫീച്ചർ ഗൂഗിൾ പേ അടക്കമുള്ള ആപ്പുകളിൽ പൂർണ്ണതോതിൽ ലഭ്യമായി. ഒരാളുടെ അക്കൗണ്ടിലുള്ള നിശ്ചിത തുക മറ്റേതൊരാൾക്കും UPI വഴി ഉപയോഗിക്കാം. മറ്റൊരാൾക്ക് എത്ര തുക വരെ ഉപയോഗിക്കാമെന്ന് രക്ഷിതാവിന് നിശ്ചയിക്കാം. US-ന്റെ പുതുതലമുറ വാർത്താവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 വിക്ഷേപണം പൂർണ്ണ വിജയം. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന LBM-3M6 ദൗത്യം 16 മിനിറ്റിനുള്ളിൽ ലക്ഷ്യത്തിലെത്തി. PK ശ്രീമതിയുടെ ബാഗ് മോഷണം പോയി. ബാഗിലുണ്ടായിരുന്നത് പണവും സ്വർണ്ണാഭരണവും ഫോണും. മോഷണം ട്രെയിനിൽ വെച്ച്. പോലീസുകാർ പോലും നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയതെന്നും ആരോപണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.